വിപ്ലവങ്ങളാണ്, വിപ്ലവ സമരങ്ങളാണ് ഇവിടെ പലപ്പോഴും സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അടിമ മനോഭാവത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ജാതിയുടെ തട്ടുകളിൽ നിർണയിച്ചു നിർത്തിയിരുന്ന മനുഷ്യരെ, മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ കുടുക്കിയിട്ടിരുന്ന മനുഷ്യരെ, ഞാനൊരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ് എനിക്ക് ചുറ്റുമുള്ള ആളുകൾ എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നത്, സമൂലമായൊരു മാറ്റം ഇവിടെ കൊണ്ടുവന്നത് വിപ്ലവ സമരങ്ങൾ തന്നെയാണ്. ISM ഏറ്റെടുത്തിരിക്കുന്ന ആർജവം നിറഞ്ഞ ഒരു വിപ്ലവ സമരം തന്നെയാണ് ഈ എക്സ്പോയും 4 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ പ്രദർശനവും ഈ സമരാഹ്വാനവും അതുപോലെ ജനങ്ങളേക്കുള്ള ഈ ഉത്ബോധനവും. ഉത്ബോധനം വിപ്ലവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ആദ്യപടിയാണ് ഉത്ബോധനം. ഉത്ബോധനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, എപ്പോഴും സമരപ്രവർത്തനങ്ങൾ. ഉത്ബോധനമില്ലാതെ നമുക്ക് പ്രവർത്തനത്തിലേക്ക് നേരിട്ടിറങ്ങിയാൽ അതിന് ഫലം കാണാൻ കഴിയില്ല. ആ ഉത്ബോധനത്തിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞാനവിടെ കുറിപ്പ് എഴുതിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞത് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ്. എപ്പോഴും ഗംഭീര വെടിക്കെട്ടോടുകൂടി അവസാനിക്കുന്ന പൂരങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത്. പൂരം അവസാനിക്കുക അങ്ങനെയാണ്. പിന്നെ അടുത്ത കൊല്ലം പൂരത്തിന് ഇവിടെ വെച്ച് കാണാമെന്ന ഒരു സന്ധിയോടുകൂടിയാണ് എല്ലാ പൂരം അവസാനിക്കുന്നത്. ഇത് അവസാനിക്കുന്ന പൂരമല്ല. ജനമനസ്സുകളിലേക്ക് നിരന്തരമായ വെടിക്കെട്ട് തന്നെ, പ്രകമ്പനം തന്നെ, പ്രഘോഷണങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. മാറ്റം വരണമെങ്കിൽ അതേ സാധ്യമാവും. 953 ദിവസം എൻ്റെ ഈ സഹോദരങ്ങൾ മലപ്പുറത്തെ കലക്ട്രേറ്റ് പടിക്കലിലെ ഒരു ശുഷ്കമായ പന്തലിൽ ഇരുന്നപ്പോൾ അതിൻ്റെ മുന്നിലൂടെ കോടതികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന എൻ്റെ കണ്ണ് ഒരു നിമിഷം ഒന്ന് പതിഞ്ഞതാണ്. ഞാനും കുറുക്കോളി സാഹിബും എല്ലാ വേദിയിലും കാണുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാറുണ്ട്. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഉണ്ട്, ആശയങ്ങളൊക്കെ ഉണ്ട്. പ്രവർത്തകരോട് എനിക്ക് യോജിപ്പില്ല. ചില പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ സങ്കടമാണ്. ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗമായ നാസറാണ് ഇവിടെ ഈ വീഡിയോ എടുക്കുന്നത്. 14-15 കൊല്ലമായി എൻ്റെ കുടുംബാംഗമാണ്. ഞാനും നാസറും ഒരുമിച്ച് സഞ്ചരിക്കാത്ത കേരളത്തിൽ ഒരു ജില്ലയുമില്ല, ഒരു ഗ്രാമപ്രദേശവും ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നലെ ഞങ്ങൾ അർദ്ധരാത്രിയിൽ എറണാകുളത്ത് നിന്ന് മടങ്ങുമ്പോൾ കനത്ത മഴയാണ്. നമ്മുടെ പുതുപുത്തൻ റോട്ടിലൂടെയാണ് വരുന്നത്. ചാവക്കാട് നിന്ന് തുടങ്ങുന്ന കോട്ടയ്ക്കൽ അവസാനിക്കുന്ന, കോട്ടയ്ക്കൽ നമ്മൾ തിരിയുമല്ലോ, മഞ്ചേരിയാണല്ലോ ഞാൻ, മഞ്ചേരിയിലേക്ക് തിരിയണമെങ്കിൽ കോട്ടയ്ക്കൽ വരെ ഇപ്പം പണിത റോട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ സങ്കടം എന്താണെന്നറിയോ? കനത്ത മഴയിൽ 2 ആൾ പൊക്കത്തിൽ വെള്ളമാണ് ആ റോട്ടിൽ. ഞാൻ ഒരിക്കലും ഇതൊരു വികസന വിരുദ്ധമായിട്ടോ ഒരു നല്ല റോഡ് വരുന്നതിനെതിരായിട്ടോ പറയുന്നതല്ല. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റുന്ന ക്ഷീണമൊന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. വികസനം വേണം ഒരു നാടിന്. വികസനമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും സൗകര്യത്തിൽ ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ വികസനം ഒരു മനുഷ്യരെയും പറ്റിച്ചുകൊണ്ടായിക്കൂടാ, ഒരു വിഭാഗത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിക്കൂടാ, ഒരു കുടുംബങ്ങളെ, നാട്ടിലുള്ള കുടുംബങ്ങളെ മുഴുവൻ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടായിക്കൂടാ. കണ്ണഞ്ചിക്കുന്ന പടക്കങ്ങൾക്കും വെടിപ്പടക്കങ്ങൾക്കും ഇടയിൽ ചെവിക്ക് ബാധിര്യം ബാധിച്ചവരായിക്കൂടാ നമ്മൾ എന്ന നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂരിയാട് ഒരു അപകടമുണ്ടായി എന്ന് കേട്ടു. നിങ്ങളിൽ എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല. പുതിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചില വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയും കാഴ്ചയും. വിഷമമുണ്ട്. എത്ര കോടികളാണ്, നമ്മുടെ വിയർപ്പിൻ്റെ വിലയാണ് ഇവിടെയൊക്കെ ചിതറിത്തെറിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇവർക്കാർക്കും ധാർമ്മിക സങ്കടമില്ലാത്ത, പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഞാൻ പറയാം, ഞാനൊരു പക്ഷത്തെയും കൂട്ടുപിടിക്കുന്നില്ല ഇക്കാര്യത്തിൽ. എനിക്കൊരു പക്ഷത്തിൻ്റെയും കൂടെ നിൽക്കാൻ സാധ്യമല്ല. ആ വ്യത്യാസമില്ലാതെ ഞാൻ പറയുകയാണ്, നമ്മുടെ പണത്തിൽ ഇവർക്കാർക്കും സങ്കടമില്ല കൂട്ടരെ. എന്താണ് കാര്യം? മദ്യമുതലാളിമാർ കാഴ്ചവെക്കുന്ന
ഖജനാവിൻ്റെ താക്കോൽ അവരുടെ കൈകളിൽ വെച്ച് കൊടുത്ത് ഖജനാവ് നിറയ്ക്കുന്ന ഏർപ്പാട് എന്ന് നമ്മുടെ നാട്ടിൽ തുടങ്ങിയോ, അന്ന് നമ്മുടെ സാംസ്കാരിക മൂല്യച്യുതിയുടെ ആദ്യപടി തുടങ്ങി എന്ന് പറയണം. മദ്യ മുതലാളിമാർക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാട് എന്ന് പറയേണ്ടി വരുന്നതിൽ ലജ്ജയുണ്ട്. എവിടെ പോയി നമ്മുടെ സാംസ്കാരിക നേട്ടങ്ങളൊക്കെ? എവിടെ പോയി നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സമൂലമായ പരിവർത്തനങ്ങൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ എവിടെ പോയി? അതിൽ നിന്നൊക്കെ കാട്ടാളത്ത ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി. ഇന്നലെ ഞാൻ എറണാകുളത്ത് എൻ്റെ ഔദ്യോഗിക പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലെ 2 സഹായികളും അവരുടെ മക്കളും ഉണ്ടായിരുന്നു എറണാകുളം കാണാൻ. ഞാൻ അവരെ ഒരു ബോട്ടിങ്ങിന് കൊണ്ടുപോയി വൈകുന്നേരം. ഞാൻ പറയട്ടെ, ആ ബോട്ടിങ്ങിന് കയറി ഇറങ്ങുന്നത് വരെ ഞാനത് ആസ്വദിച്ചിട്ടില്ല. ഞാനിങ്ങനെ അവരെ കൂടെ പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ, എൻ്റെ സഹായിയുടെ മക്കൾ. അവരൊന്നും ഇതുവരെ ഒരു ബോട്ടിങ്ങിലൊന്നും പോയിട്ടില്ലാത്ത കൊണ്ട് ഞാൻ പോകുന്നൊരവസരം വന്നപ്പോൾ അവരെയും കൂടി കൊണ്ടുപോയതാണ്. ഞാനിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നിൽക്കുക. അപ്പോൾ എൻ്റെ മകൻ ഹൈക്കോടതിയിൽ വക്കീലാണ്. എന്നോട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 5-6 ചെറുപ്പക്കാർ കയറി ആ ബോട്ടിൽ. എൻ്റെ ഉറക്കം പോയി, എൻ്റെ സമാധാനം പോയി. ഡ്രഗ് അഡിക്റ്റുകളായിട്ടുള്ള 5-6 പേർ. ഇവിടെ സ്ത്രീകളായവരെ മുഴുവൻ തുറിച്ചു നോക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആക്ഷേപം നിറഞ്ഞ നോട്ടങ്ങൾ, അപഹാസ്യം നിറഞ്ഞ രീതിയിലുള്ള പ്രകടനങ്ങൾ. ഞാൻ വിചാരിച്ചു, 3 വർഷം മുമ്പാണ് ഞാൻ അങ്ങനെ കുടുംബാംഗങ്ങളോടൊത്തൊരു ബോട്ടിങ്ങിന് പോയത് അവിടെ. അന്ന് ഇത്രയും വലിയ മാറ്റമൊന്നുമില്ല. മോശമായൊരവസ്ഥ അന്ന് ഇത്രയുമില്ല. ഓരോ വർഷം ചെല്ലുന്തോറും മോശമാണ് നമ്മുടെ സാമൂഹ്യ പരിതസ്ഥിതി. ഞാൻ അവരെ രൂക്ഷമായി തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാണ്, പെൺകുട്ടികളെ നോക്കുന്നതൊക്കെ സാധാരണമാണ്, നോക്കിക്കൊള്ളട്ടെ. ഇത് നോട്ടമല്ല, വൃത്തികെട്ട നോട്ടമെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള. പക്ഷെ അവർക്ക് എന്നെ ഒരു ശങ്ക. അതിലൊരാൾ ഡ്രൈവറോട്, ബോട്ടിൻ്റെ ഡ്രൈവറോട് ചോദിച്ചത്രേ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണോ എന്ന്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വേണ്ടി വന്നാൽ ഇവിടെ കമ്മീഷണറും വരും ഈ ബോട്ട് സെർച്ച് ചെയ്യാൻ. കരുതിക്കോളൂ, ഇത്തരം ചെറുപ്പക്കാരെ നിങ്ങൾ കയറ്റുമ്പോൾ. എറണാകുളത്തെ ഹോട്ടലിൽ നിന്ന് ജീവനും കൊണ്ടോടിയ നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ താരത്തിൻ്റെ അപഹാസ്യമായ പ്രകടനങ്ങൾ വെള്ളിത്തിരയിൽ സഹിക്കവയ്യാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ. എത്ര വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത്, എത്ര തരം താണ രീതിയിലുള്ള പ്രകടനമാണ് ആ പയ്യൻ നടത്തിയിരുന്നത്. കാലങ്ങളായി പ്രതിഷേധിച്ചു ഞങ്ങളെല്ലാ വേദിയിലും. എന്തിനാണ് ഈ പയ്യൻ അവസരം കൊടുക്കുന്നത്? അവന് ചെറുപ്പക്കാരായ ആരാധകരുണ്ടത്രേ. അത് അവസാനം പര്യവസാനിച്ചത് എന്താ? മേൽപ്പുരയിലേക്ക് വീണ്, നട്ടലൊടിയാതിരുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ്, ഒരു വിധത്തിൽ നനഞ്ഞ് നീന്തൽ അറിയുന്നത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ചെറുപ്പക്കാരൻ. അതിനുശേഷം സിനിമാ ലോകത്തിൽ സംഭവിച്ചൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ലഹരിക്കെതിരെ സംസാരിക്കാൻ ആളുകളുണ്ടായി. അതിനു മുമ്പ് WCC എന്ന സംഘടന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ മുമ്പിൽ പരാതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ലഹരിക്കെതിരായ പരാതിയാണ്. ജസ്റ്റിസ് പോലും അത് സ്പർശിച്ചു പോയിട്ടേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ എന്ന് ബോധ്യപ്പെടാൻ ഉന്നത രംഗത്തിരിക്കുന്നവർക്ക് പോലും സാധ്യമല്ല. ക്യൂ നിൽക്കുന്ന, മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർക്ക് ഷെഡ് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി വിധി നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ സമരം നടത്തുമ്പോഴാണത്. ഹൈക്കോടതിയിലേക്ക് നമ്മൾ കേരളം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി പരിസരത്തിലേക്ക്, പടിക്കലേക്ക് ഞങ്ങൾ സമരത്തിലിരിക്കാൻ ഈ വിധി വന്നത്. മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർ അവർ മനുഷ്യരാണ്, ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ മദ്യം വാങ്ങാനുള്ളവർക്ക് ക്യൂ നിൽക്കുകയാണോ വേണ്ടത്? മദ്യം കഴിച്ചു ചെല്ലുന്നവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വ്യൂഹത്തെ നിലനിർത്തുകയാണോ വേണ്ടത് എന്ന ചോദ്യമാണ് അന്ന് നമ്മൾ ചോദിച്ചത്. ഇതൊക്കെ അവഗണിച്ചു. സർക്കാരുകൾ മാറി മാറി വരുന്നവർ ഇത് അവഗണിച്ചു, ഒരു സംശയവുമില്ല. പ്രതിപക്ഷം ഇന്ന് എവിടെ? ക്രിയാത്മകമായ പ്രതിപക്ഷം എവിടെ? ഞാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതല്ല, ഒരു മനുഷ്യത്വം എന്നിൽ അവശേഷിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ഏറ്റവും നല്ല അവസരമല്ലേ പ്രതിപക്ഷത്തിനിപ്പോൾ?
ലഹരിക്കെതിരെ ഒരു പടയോട്ടം തന്നെ നടത്താവുന്ന അവസരമല്ലേ? ഞങ്ങൾ കൂടുമല്ലോ. എവിടെ അവർ? ഏത് മാളങ്ങളിലാണ് അവർ പോയി ഒളിച്ചിരിക്കുന്നത്? അവർക്കും ഈ അവസരം മുതലെടുക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ മദ്യ മുതലാളിക്കെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ സാധ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തട്ടിൽ നിർത്തേണ്ടതല്ല മദ്യവും ലഹരിയും. പക്ഷെ വ്യത്യാസമുണ്ട്. ഉദ്ഘാടകൻ തന്നെ സൂചിപ്പിച്ചു നമ്മളതിനെ എതിർക്കുമ്പോൾ നമുക്ക് ഫലം കിട്ടില്ല. ഞാൻ അതിൻ്റെ നിയമവശം കൂടി പറയും. നിരോധിച്ച വസ്തു പിടിക്കപ്പെട്ടാൽ കുറ്റമാണ്. തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇന്ന് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുന്ന വകുപ്പ് പോക്സോ കുറ്റമാണ്. കുട്ടികളോടുള്ള ലൈംഗിക പീഡനമാണ്. ജാമ്യം പോലും കിട്ടില്ല. എന്തേ അതുപോലെ ഒരു കുറ്റകൃത്യമാക്കാത്തത്? എന്തിനാണ് അതിൽ രണ്ട് തട്ടിലൊരു നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നത്? കുറഞ്ഞ അളവിൽ ലഹരി കൈവശം വെച്ചാൽ കുറ്റകൃത്യമല്ല, കുറഞ്ഞ അളവിൽ അഥവാ മിനിമം നിശ്ചയിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മദ്യം കൈവശം വെച്ചാൽ കുറ്റകരമല്ല എന്നെന്തിനാണ്? കുറ്റകൃത്യങ്ങളുടെ നമ്മളുടെ ഒരു ശരാശരി അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും 90% കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കുന്നത് ലഹരിയുടെയും മദ്യം പോലെയുള്ള ലഹരിയുടെ ദുസ്വാധീനത്താലാണ്. ഇത് ബോധ്യമുള്ള ഒരു സർക്കാർ എന്തുകൊണ്ട് നിയമം നിർമ്മിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ മിനിമം ക്വാണ്ടിറ്റി എന്നത് എടുത്തു കളയുന്നില്ല? കുറ്റകരമായി പ്രഖ്യാപിച്ചോട്ടെ. മദ്യം നിരോധിക്കേണ്ട, പക്ഷെ മദ്യപിക്കുന്നതും മദ്യപിച്ച് ബഹളങ്ങളിലോ കുറ്റകൃത്യങ്ങളിലോ ഏർപ്പെടുന്നതും ജാമ്യമില്ലാത്ത വകുപ്പായി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചുകൂടെ? ഞാൻ ISMൻ്റെ എന്തായിരുന്നു നിവേദനമെന്ന് ചോദിക്കുകയായിരുന്നു. ലഹരി നിർമ്മാർജ്ജനം അജണ്ടയായെടുക്കുക മാത്രമല്ല സർക്കാർ ചെയ്യേണ്ടത്. മിനിമം ക്വാണ്ടിറ്റി എന്ന് ലഹരിയെ രണ്ട് തട്ടിൽ നിർത്താതെ എത്ര തന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും എത്രമാത്രം കുറവുണ്ടെങ്കിലും അത് കുറ്റകൃത്യമായി തന്നെ കാണണം സർക്കാർ. രണ്ടാമത്തെ കാര്യം, ജാമ്യം കൊടുക്കരുത്. പോക്സോ കുറ്റകൃത്യം പോലെ ലഹരിയും മദ്യവും കൈവശം വയ്ക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യമാകുമ്പോൾ പോക്സോ ഇവിടെ ധാരാളം കുറ്റകൃത്യം നടക്കുന്നുണ്ട്. നിരോധിക്കപ്പെട്ടാൽ അതുണ്ടാവും. പക്ഷെ നിരോധിക്കപ്പെട്ടാൽ അതൊരു കുറ്റകൃത്യമാണ്, അതിന് ശിക്ഷയുണ്ട്, സാക്ഷികൾ പറയും. ഉത്തരവാദിത്തമുള്ള പൗരസമൂഹം സാക്ഷികളാകും. നമ്മുടെ നിരത്തിൽ ഒരു ജീവൻ അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ സാക്ഷി പറയുന്നു. അപകടം ഏൽപ്പിച്ച വാഹനം അതിവേഗതയിലും അശ്രദ്ധമായും ഓടിച്ചത് കൊണ്ട് തന്നെയാണ് അപകടമുണ്ടായതെന്ന് നമ്മൾ പറയുന്നു. ഇനി അതൊരു കോംപ്രമൈസായി എന്ന് വെക്കട്ടെ കോടതി ഇപ്പോൾ മധ്യസ്ഥതയുടെ ഒരു കാലമാണ്. മീഡിയേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആയിക്കൊള്ളട്ടെ. പക്ഷേ ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെടുമ്പോഴുള്ള ഒരു ഭീതി സാധാരണ ജനങ്ങൾക്കുണ്ടാകും. അതുണ്ടാക്കിയെടുക്കാൻ ഒരു സർക്കാരിന്, ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ എന്ത് പ്രതിബദ്ധതയാണ് നമ്മുടെ സമൂഹത്തോട് സർക്കാരിനുള്ളത് എന്ന ചോദ്യം കൂടി അവശേഷിപ്പിച്ചുകൊണ്ട് സർവഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രവർത്തനം ഇവിടെ നിർത്തരുത്. മലപ്പുറം സമരത്തിൻ്റെ പ്രാധാന്യം കൂടി ഞാൻ പറയാം. എന്തിനാ സമരം എന്ന് പലർക്കും അറിയണ്ടാവില്ല. ഞങ്ങളതിൽ 3 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, പ്രാദേശിക മദ്യനിരോധന ജനാധികാരം. തിരൂർ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്ന തിരൂർ മുനിസിപ്പൽ പ്രദേശത്ത് ഒരു മദ്യശാലയോ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റോ ബാറുകളോ കള്ള് ഷാപ്പുകളോ അനുവദിക്കണമെങ്കിൽ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ വേണം, D&O ലൈസൻസ് വേണം എന്ന ഒരു പ്രാദേശിക നിയമം എടുത്തു കളഞ്ഞ സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരെയാണ് ഞങ്ങളുടെ സമരം. ആ നിയമം തിരിച്ചു തരണം. UDF ഭാഗികമായി അത് തിരിച്ചു തന്നു. ഇപ്പോൾ നമ്മുടെ MLA കഴിഞ്ഞ തിരുനാവായയുടെ ഒരു സമര പശ്ചാത്തല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നൊരു വാക്ക്, മദ്യനിരോധന സമിതി പ്രവർത്തകർക്ക് തന്ന വാക്ക്, UDF അധികാരത്തിൽ വന്നാൽ ആ നിയമം പുനഃസ്ഥാപിക്കുമെന്നാണ്. UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചനാതീതമാണ്. അത്രമാത്രം സങ്കീർണമാണ് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം. ഉത്തരവാദിത്തമുള്ളൊരു പ്രതിപക്ഷമില്ല എന്നുള്ള ഒരിക്കൽ കൂടി കുറ്റപ്പെടുത്തൽ ആവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ, ഈ സമൂഹത്തെ രക്ഷിക്കാൻ പ്രതിബദ്ധത കാണിക്കേണ്ടത് ഇനി പൗരജനങ്ങളാണ്, നമ്മളാണ്. ആ ഉത്തരവാദിത്ത ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ കാര്യം, ലഹരി വിരുദ്ധ പാഠഭാഗം
ചെറുപ്പം തൊട്ട് കുട്ടികൾക്ക് സിലബസിൽ ചേർക്കണം. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിപ്പിച്ചാൽ പോരാ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, 4ാം ക്ലാസ്സിൽ ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ച്, ഞാൻ കണ്ട ഒരു റീൽ, ന്യൂസ് റീൽ പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പ് എല്ലാ സ്കൂളുകളിലും കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിരുന്നു. നിങ്ങൾ എത്ര പേർ ആ വർഷങ്ങളിൽ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന്, ഈ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ 58 വയസ്സ് പ്രായം കഴിഞ്ഞു. ആ കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇവിടെ മനസ്സിലാകും. ആ റീൽ എന്നെപ്പോലുള്ളവർ വലിയ സ്വാധീനമാണ്. കുടിവെള്ളത്തിൻ്റെ വിണ്ടുകീറുന്ന വടക്കേ ഇന്ത്യയിലെ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് കത്തി നീറുന്ന ഓരോ വീട്ടിലെയും പ്രശ്നം, കൊച്ചുകുട്ടികളായ നമ്മുടെ മനസ്സിലൊരു വേദന. അപ്പോൾ അന്ന് വെള്ളം ഉപയോഗിക്കുമ്പോൾ പരിമിതമായി വെള്ളം ഉപയോഗിക്കാൻ കേരളത്തിൽ അങ്ങനെ ഒരു ദൗർലഭ്യം അന്നില്ല. ഇപ്പോഴാണ് 10 കൊല്ലത്തിന് ശേഷമാണ് കുറേശ്ശെങ്കിലും ദൗർബല്യം കണ്ടു തുടങ്ങിയത്. പക്ഷേ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇന്നും വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം വെറുതെ കളയാൻ തോന്നാത്തത് ആ ന്യൂസ് റീൽ മനസ്സിലുള്ളത് കൊണ്ടാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിച്ചത് 4ാം ക്ലാസ്സിൽ നിന്നാണ്. ഇടത്തോട്ടും വലത്തോട്ടും നമ്മുടെ ദൃഷ്ടികൾ പായിച്ച് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഞാൻ പത്രത്തിൽ വായിക്കുകയാണ്, തിരൂരങ്ങാടിയിലെ ഒരു സുഹൃത്ത്, 58 വയസ്സുള്ള ഒരു സഹോദരൻ ഒട്ടും ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തു, വണ്ടി ഇടിച്ചു, മരണപ്പെട്ടു. വാർത്തകൾ ഇങ്ങനെ തുടരുകയാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ആ ബോധ്യമില്ലാത്തത്? ചെറുപ്പത്തിൽ അത് ബോധ്യപ്പെടണം. ലഹരിക്കെതിരെയുള്ള പാഠവും ചെറുപ്പത്തിൽ വേരോടണം. നമ്മുടെ തലച്ചോറിനകത്ത് അതവിടെ കിടക്കണം, ആ ഞരമ്പുകളിൽ അവിടെ കിടക്കണം, ബ്രെയിനിൽ അത് ഉണ്ടാവണം, അത് പഠിപ്പിക്കണം. അതാണ് 2ാമത്തെ ആവശ്യം. 3ാമത്തെ ആവശ്യം, ഇനിയൊരു ബാറും ഇവിടെ അനുവദിക്കരുത്. നടക്കില്ല. ബാർ അനുവദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം സാമാന്യ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിരിക്കുന്നു. മദ്യ മുതലാളിമാരിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനം. തെറ്റാണ്. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം. 26 കോടി മദ്യത്തിൽ നിന്ന് വരുമാനമുണ്ടെങ്കിൽ 30 കോടി ആരോഗ്യരംഗത്ത് മദ്യപനായ കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട വകയിലുള്ള നഷ്ടപരിഹാരം, അവന് രോഗം വന്ന് ചികിത്സിച്ചത്, കാരുണ്യ പോലെയുള്ള പദ്ധതികളിലൂടെ ചികിത്സാ സഹായങ്ങൾ ഒക്കെ കൊടുത്ത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ നമുക്ക് ലാഭം? പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്നു എന്ന് തോന്നുന്ന 1 രൂപ പോലും നമുക്ക് ഉപകാരപ്പെടുന്നില്ല. ഞാൻ മറ്റൊരു നീതിയിലും വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനീതിയുണ്ട്. അത് പടച്ചവനാണോ, ഈശ്വരനാണോ, ഗുരുവായൂരപ്പനാണോ, കാടാമ്പുഴ ഭഗവതിയാണോ, തിരുമാതാംകുന്നൽ അമ്മയാണോ, അതോ പ്രകൃതിയാണോ തരുന്നതെന്ന് എനിക്കറിയില്ല. പാടത്ത് പണിയും വരമ്പത്ത് കൂലിയുമാണ് കൂട്ടരെ. വരമ്പത്ത് കിട്ടുന്ന കൂലിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങൾ. പാടത്ത് പണിഞ്ഞതിൻ്റെ കൂലി. പാടത്ത് നല്ല വിത്തിട്ടാൽ സദ്ഫലം നമുക്ക് കിട്ടും. അല്ല, ദുഷിച്ച വിത്തുകളാണ്, തിന്മയുടെ വിത്തുകളാണ് നമ്മൾ വിതയ്ക്കുന്നതെങ്കിലോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള സാമൂഹ്യ ദുരന്തങ്ങളുടെ. കൂരിയാട് ഒരു മനുഷ്യജീവനും പൊലിയാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പറയുകയാണ്. ഒരു റോഡും പൊട്ടിപ്പൊളിയാതിരിക്കട്ടെ, സർക്കാർ മുടക്കിയ പണമൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഫലമില്ല. ഇപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങളിലെ കണ്ണുനീരിങ്ങനെ പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ നീതി ഇവിടെ നടപ്പിലാകും. പോയറ്റിക് ജസ്റ്റിസ്, സാമാന്യ നീതി, അത് പലപ്പോഴും ഒരു ദുരന്തം സമ്മാനിച്ചു കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ഒരു നടുക്കം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ. മനുഷ്യത്വം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടേണ്ട ഒരു ഗുണമാണ്. സ്വയമേവ ആർജിക്കാൻ കഴിയുന്നവർക്കും അതുണ്ടാകേണ്ടതാണ്. മനുഷ്യനായിരിക്കുക, മനുഷ്യാണാം മനുഷ്യത്വം എന്നാ പറഞ്ഞ്. മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യൻ. നമ്മളൊരു മനുഷ്യനായിരിക്കുക, മനുഷ്യത്വത്തോടുകൂടി എവിടെയും ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള വലിയൊരു വേദിയായി ISMൻ്റെ ഈ ചുണക്കുട്ടികൾ മാറ്റിയെടുക്കട്ടെ. അതുവഴി സമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനം ശക്തമായി തീരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.